നമസ്കാരം, നോയഡിക്കിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഹിന്ദുക്കൾ വിശ്വാസമൊതുക്കി ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ മതേതരമായിരിക്കുന്നത്. കെ സുരേന്ദ്രനോ MT രമേശോ എന്തിന് RV ബാബു പറയുമോ ഇങ്ങനെ? സംശയമാണ്. സ്ത്രീപക്ഷ രാഷ്ട്രീയം ശക്തമായി പറഞ്ഞിരുന്ന ശ്രീമതി രേവതിയുടെ സമൂഹമാധ്യമ പോസ്റ്റാണിത്. മലയാള സിനിമയിലെ പുരുഷാധിപത്യത്തെ ചോദ്യം ചെയ്ത വനിതാ കൂട്ടായ്മയുടെ മുൻനിരയിലുണ്ടായിരുന്ന രേവതിയുടെ വാക്കുകൾ പലരെയും ഞെട്ടിച്ചു. അത്ര വലിയ ഞെട്ടലുണ്ടാകേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. NDA സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തിയിട്ടുള്ള രേവതിയുടെ സംഘബോധം ഇത് കണ്ട് ഞെട്ടിയ നിഷ്കളങ്കരെ നിങ്ങൾ അറിയാതെ പോയി എന്നത് മാത്രമാണ് പ്രശ്നം. ഇതിപ്പോൾ പറയുന്നതിനൊരു കാരണം കൂടിയുണ്ട്. സംഘ സൈബർ ഗ്രൂപ്പുകൾ രേവതി ഇപ്പോൾ രാമഭക്തയായിരിക്കുന്നു, രാമജയം എന്നൊക്കെ വലിയ രീതിയിൽ പ്രചരണം കൊടുക്കുന്നുണ്ട്. അവരോട് ഒന്നേ പറയാനുള്ളൂ, ഇനിയെങ്കിലും ശ്രീരാമനെ ഒന്ന് വെറുതെ വിടും. ഈ പറയുന്ന രേവതി നേരത്തെ മുതൽക്ക് തന്നെ നിങ്ങളുടെ പാളയത്തിലുള്ള വ്യക്തിയാണ്. പിന്നെ മാഡം രേവതി, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞല്ലോ, ഈ രാജ്യത്തെ ഹിന്ദുക്കൾ വിശ്വാസം മനസ്സിലൊതുക്കി ജീവിച്ചത് കൊണ്ടാണ് ഈ രാജ്യത്ത് മതേതരത്വം നിലനിരുന്നതെന്ന്. പക്ഷേ ഈ രാജ്യത്തെ മുസ്ലിം സമുദായം നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത സഹിഷ്ണുതയും സംയമനവും കാണിച്ച സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രം ഈ രാജ്യം വർഗീയ കലാപത്തിലേക്ക് കൂപ്പുകുത്താതിരുന്ന സാഹചര്യങ്ങളുണ്ട്. അധികം ദൂരേക്കൊന്നും താങ്കൾ തിരഞ്ഞു പോകേണ്ടതില്ല. 2019 നവംബർ 9 വരെ മാത്രം യാത്ര ചെയ്താൽ മതി. 3 പതിറ്റാണ്ട് കാലം നിയമ പോരാട്ടം നടത്തി തങ്ങൾ ആരാധിച്ചു കൊണ്ടിരുന്ന പള്ളി പൊളിച്ച സംഭവത്തിൽ വിധി പ്രതികൂലമായി വന്നപ്പോൾ ഒരു ഇലയനക്കം കൊണ്ടുപോലും ഈ നാടിന്റെ സാഹോദര്യം തകർക്കാതിരിക്കാൻ സൂക്ഷ്മത കാണിച്ച മനുഷ്യർ ഈ നാട്ടിലുണ്ട്. അത് മുഴുവൻ വിസ്മരിച്ചുകൊണ്ട് താങ്കൾ എഴുതിയ കുറിപ്പ് എത്രത്തോളം അപകടകരമാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ മാത്രം രാഷ്ട്രീയ ബോധമില്ലാത്ത ആളാണ് താങ്കൾ എന്ന് കരുതുന്നില്ല. താങ്കൾ രാമഭക്തയാകുന്നതിലോ അയോധ്യയിലെത്തി തൊഴുന്നതിലോ ഒന്നും ഈ നാട്ടിലെ ഒരു മനുഷ്യനെയും ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ മറ്റ് മതങ്ങളെ ഇകഴ്ത്തുന്ന നിലപാട് അതൊരു 916 സംഖ്യ മനസ്സിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. കലാകാരി എന്ന നിലയിൽ നിന്ന് മാറി WCC എന്ന സംഘടന ഉണ്ടാണ് രേവതിയുടെ സ്ത്രീപക്ഷ രാഷ്ട്രീയ മുഖം കേരളം മനസ്സിലാക്കുന്നത്. പക്ഷേ ആ സംഘടന ഒരു അപ്പർ ക്ലാസ് സംവിധാനമാണെന്ന് പിന്നീട് പലപ്പോഴും ആ സമയത്ത് തന്നെ വിമർശനം ഉയർന്നിരുന്നു. ഫെമിനിസം എന്നാൽ അതിന് വിശാലമായ അർദ്ധതലങ്ങൾ ഉണ്ടെന്ന് രേവതിയൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അയാൾക്ക് എന്റെ പേരറിയാമായിരുന്നു, എന്നിട്ടും എന്നെ നടി എന്നൊക്കെ വിളിച്ചു എന്ന് പറയുന്ന പരിഭവ പദം പറച്ചിലുകളാണ് നിങ്ങളുടെയൊക്കെ ഫെമിനിസം. അയോധ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ തുടർന്ന് വർഗീയ പൂച്ച് പുറത്തു ചാടിയ മഹാന്മാരുടെയും മഹതികളുടെയും ലിസ്റ്റ് നീളുകയാണ്. രേവതിയുടെ പോസ്റ്റിനെ ശരിവെച്ച നിത്യ മേനോനും സംയുക്ത മേനോനും തുടങ്ങി നിര അങ്ങനെ പോവുകയാണ്. മറ്റൊരു രസകരമായ വസ്തുത കൂടി ഈ സമയം ശ്രദ്ധിക്കാതെ പോകരുത്. 10 വർഷം മുമ്പ് വരെ ഞാൻ സംഘിയാണെന്നും പച്ചയ്ക്ക് വർഗീയത പറയാനും ഒക്കെ ലേശം ഉളുപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറി എന്ന് മാത്രമല്ല, അങ്കമാലിയിലെ പ്രധാന സംഘിയായ രേവതിക്കൊക്കെ അതൊരു അഭിമാനം നിറഞ്ഞ സംഭവമായി മാറി എന്നിടത്താണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയം ചെന്ന് നിൽക്കുന്നത്.